നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ എന്തെടുക്കായിരുന്നു ശ്യാമേ? ചോദിച്ച കേട്ടില്ലേ, എന്ത് കള്ളത്തരം കാണിക്കായിരുന്നു? ഞാൻ എന്റെ ബാഗ് നോക്കുന്ന എങ്ങനെയാ കള്ളത്തരാകുന്നത്? ആ ബാഗിൽ എന്താ കാണിച്ചേ? ഇനിയും സംശയം ഉണ്ടെങ്കിൽ ഇത് പരിശോധിച്ചോ. എന്ത് ബോംബാന്നറിയാലോ. ഞാനൊരു തമാശ പറഞ്ഞല്ലേ, നീ അതവിടെ വെച്ചിട്ട് വന്നിട്ട് തുറക്കാൻ നോക്ക്. അങ്ങനെ ചോദിക്കാൻഡി, ആന്റിക്കെങ്കിലും ബുദ്ധിയുണ്ടല്ലോ. പേടിക്കണ്ട, ഉറങ്ങി. ചങ്കില് തീ കത്തിയമ്മേ. ഇടയ്ക്കൊന്ന് കത്തുന്നത് നല്ലതാ. വെറുതെ അല്ല സത്യ ഓൾഡ് ലേഡിന്ന് വിളിക്കുന്ന കുശുംബി. ആയിക്കോട്ടെ, എനിക്കിത്തിരി കുശുമ്പും കുന്നായ്മയും ഒക്കെ ഉണ്ട്. എന്നാ എന്റെ കുശുംബി പെണ്ണ് ദാ ഇത് കണ്ടേ. സത്യാമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ വീഡിയോയാ. ദേ ഇത് ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാരിയാ സത്യാമ്മ കൊടുത്തിരിക്കുന്ന. ഓ, ഇക്കാര്യം അവർക്കറിയാവോ? ആർക്ക്? നിന്റെ സത്യാമ്മയ്ക്ക്. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? മോളെ, ജീവിതത്തിൽ എല്ലാവർക്കും മണ്ടത്തരങ്ങൾ പറ്റും. ചിലപ്പോ മറ്റുള്ളവർക്ക് വേണ്ടി മണ്ടികളും മണ്ടന്മാരും ആകാറും ഉണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒരാൾക്ക് നമുക്ക് സഹായങ്ങൾ ചെയ്യാം, ഉപകാരങ്ങളും പാരിതോഷികങ്ങളും കൊടുക്കാം. അതിനൊന്നും പ്രതിഫലം ആഗ്രഹിക്കണമെന്നോ വാങ്ങിക്കണമെന്നോ യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ നമ്മുടെ അടുത്തുനിന്ന് എന്തെങ്കിലും സ്വീകരിക്കുന്ന ഒരാൾക്ക് പകയും വെറുപ്പും മാത്രമാണ് നമ്മളോടെങ്കിലോ? നമ്മളാണ് അവരെ സഹായിച്ചതെന്നോ സഹായിച്ചുകൊണ്ടിരിക്കുന്നതെന്നോ അവർക്കറിയില്ലെങ്കിലോ? കുടത്തിനടിയിൽ വിളക്ക് കത്തിച്ചു വെക്കുന്ന പോലെ അല്ലേ? അമ്മേ, സത്യാമ്മ എന്ന് പറയുന്നത് എനിക്ക് അമ്മയെ പോലെ തന്നെയാ. കൊടുക്കുന്ന സ്നേഹത്തിന് ഉപാധിയും പരിധിയും ഒന്നുമില്ല. തിരിച്ചു കിട്ടണമെന്ന് നിർബന്ധവുമില്ല. ഒരു പുഴ വരണ്ട മണ്ണിലൂടെ ഒഴുകിപ്പോകുമ്പോ ഭൂമിക്ക് ദാഹം അടങ്ങും. പക്ഷെ അതിനിടയിൽ പുഴയുടെ ശരീരം പൊള്ളിപ്പിടയുന്നുണ്ടാവും. അതാരും കാണുന്നില്ല. കാണേണ്ട കാര്യമില്ല. എന്തിനാ പുഴ ഒഴുകുന്നതെന്ന് ചോദിച്ചാ അതങ്ങനെ പറ്റൂ. പുഴയ്ക്ക് ഒഴുകാനേ അറിയൂ. നിനക്കങ്ങനെ ഓരോരോ ന്യായങ്ങൾ പറയാം. ഓ, ഉപദേശിക്കാൻ എനിക്ക് വലിയ അവകാശമൊന്നുമില്ല. അകറ്റി നിർത്തിയപ്പോ മാറി തന്നെ നിന്നവളാ ശാരദ. പക്ഷെ ഇവിടെ വിഷ്ണുവിന് നിന്നെ ജീവനല്ലേടി. നേരെ അങ്ങോട്ട് കയറി ചെല്ലാൻ നിന്നോട് പറഞ്ഞതല്ലേ, അപ്പൊ നിനക്ക് പേടി. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള മര്യാദ അവരും കാട്ടുന്നില്ല. ഇതിന് എപ്പോഴാ ഒരു അവസാനം മോളെ? സമയവും സാഹചര്യവും ഒന്നും എനിക്കറിയില്ലമ്മേ. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, സത്യാമ്മ എന്നെ കൂട്ടിക്കൊണ്ടു പോവുക തന്നെ ചെയ്യും. എന്തൊക്കെയാണാവോ എന്റെ ഈശ്വര. എന്ത് കാരണോ? ഈ കൊച്ചു ജനിച്ചു കണ്ട ദിവസം മുതൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇവളല്ല ഇതിനെ പ്രസവിച്ചെന്ന്. ആ സംശയം ഉറപ്പിക്കാൻ ഞാൻ തന്നെ ഒരു ചൂണ്ടയിൽ ഇരയിട്ട് കൊടുത്തതാ. ഈ കളി കൃത്യം അതിൽ വന്ന് കൊത്തി. മനസ്സിലായില്ല, തെളിച്ച് പറയടി. പപ്പിയെ പ്രസവിച്ചത് ശ്യാമയല്ലെന്നും അത് തെളിയിക്കാനുള്ള കൃത്യമായ രേഖകൾ എന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് മറ്റൊരാളാണെന്ന് വ്യാജേന ഞാൻ ഇവളെ ഫോണിൽ വിളിച്ചു. പപ്പിയെ പ്രസവിച്ചത് ശ്യാമയല്ലെന്ന് നിങ്ങൾ ആരും അറിയരുതെങ്കിൽ 10 ലക്ഷം രൂപ ദാ
ഇപ്പൊ കാണിച്ച സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. ഇവള് നൊന്തു പ്രസവിച്ച കുഞ്ഞാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനായിരുന്നു അവൾ അത്രയും പണം കൊണ്ട് ഞാൻ പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് വെച്ചത്? ഈശ്വര, എന്നെ രക്ഷിക്കണേ, ഒരു വഴി കാണിച്ചു തരണേ എനിക്ക്. പറശ്യാമേ, കൃത്യമായ മറുപടി പറഞ്ഞീ. കള്ളാന്ന് വിളിച്ച കൂട്ടത്തിലെ മോഷ്ടാവ് തിരിഞ്ഞു നോക്കുന്നുള്ളത് സത്യം. ഇവിടെ ഇപ്പൊ കണ്ടത് അതാ. ശ്യാമേ, സുസ്മിത പറഞ്ഞത് സത്യമാണോ? ഇതിലിത്ര ചോദിക്കാനും പറയാനും എന്തിരിക്കുന്നു? ഈ കൊച്ചി ഇവളുടെയോ രോഹിത്തിന്റെയോ സന്തതി അല്ല. അത് തെളിഞ്ഞു കഴിഞ്ഞു. അമ്മയില്ല എന്റെ അമ്മ. അച്ഛനല്ലേ എന്റെ അച്ഛൻ. അല്ലെങ്കിൽ പിന്നെ എന്താ ആരും ആന്റിയോട് പറയാത്തത് പപ്പി ഇവിടത്തെ മോളാണെന്ന്? മോളെ, ആര് പറയുന്നതും മോള് കേക്കണ്ട. ഞാനാ മോളുടെ അമ്മ. വിശ്വസിച്ചു. ഈ പറഞ്ഞ കാര്യത്തിന് എന്ത് തെളിവാടിയുള്ളത്? നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഒരു വീഡിയോയും പൊക്കി പിടിച്ചോണ്ട് നിങ്ങൾ വന്ന ഉടനെ ഞാൻ അങ്ങ് ഭയക്കൊന്നു കരുതിയോ? ഓ, ഇനിയിപ്പൊ ഈ വീഡിയോ ഗ്രാഫിക്സ് ആണെന്നും മോർഫിംഗ് ആണെന്നും ഒക്കെ പറയാനായിരിക്കും ഭാവം. അതൊന്നും ഇവിടെ ചെലവാവില്ല. അതെ, ഞാൻ തന്നെയാ വീഡിയോയിലുള്ളത്. ഇത് മാത്രം മതിയല്ലോടി നീയല്ലേ കൊച്ചിനെ പ്രസവിച്ചെന്നുള്ളതിന് നല്ല ഒന്നാന്തരം തെളിവ്. സുസ്മിത പറഞ്ഞത് കാര്യമല്ലേ ശ്യാമേ? എടി, നീയൊന്നും മറച്ചു വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ പണം കൊടുക്കേണ്ട കാര്യം എന്താ നിനക്ക്? അത് നീ എന്തെടുക്കായിരുന്നു ശ്യാമേ? ചോദിച്ച കേട്ടില്ലേ, എന്ത് കള്ളത്തരം കാണിക്കായിരുന്നു? ഞാൻ എന്റെ ബാഗ് നോക്കുന്ന എങ്ങനെയാ കള്ളത്തരാകുന്നത്? ആ ബാഗിൽ എന്താ കാണിച്ചേ? ഇനിയും സംശയം ഉണ്ടെങ്കിൽ ഇത് പരിശോധിച്ചോ. എന്ത് ബോംബാന്നറിയാലോ. ഞാനൊരു തമാശ പറഞ്ഞല്ലേ, നീ അതവിടെ വെച്ചിട്ട് വന്നിട്ട് ഉറങ്ങാൻ നോക്ക്. അങ്ങനെ ചോദിക്കാൻഡി, ആന്റിക്കെങ്കിലും ബുദ്ധിയുണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.